അമ്മയും മകനും ചേർന്നുള്ള തട്ടിപ്പായത്. ഇതിങ്ങനെ വിട്ട പറ്റില്ല. പറഞ്ഞു. ഹലോ രാജു, ആ സമയത്ത് അവന്റെ ക്യാബിനില് എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചത് ദൈവം. ഇവിടെ അമ്മയും മകനും കൂടി ഒരു തട്ടിപ്പ്. തട്ടിപ്പോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ അവൻ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. എന്താമേ? 10 കോടിയോ? Get out. Get out, I say. കൊള്ളാലോ. അമ്മയും മകനും കൂടി നല്ല വിളവെടുപ്പാണല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ രാജു? ഇതിനൊക്കെയാ അച്ഛനെ പറഞ്ഞ് പറ്റിച്ചിട്ട് ഓഫീസിലേക്ക് വരുന്നത്. 10 കോടിയല്ലേ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന? അതെ. 50 ലക്ഷത്തിന് മുകളിലുള്ള എമൗണ്ട് സാറിന്റെ മെയിലേക്ക് ബാങ്ക് നോട്ടിഫിക്കേഷൻ അയക്കാതെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സാറിന്റെ അക്കൗണ്ടിലെ ഒരു കാര്യവും ഞാൻ അറിയാതെ നടക്കില്ല. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താ അപ്പൊ ഞാൻ അറിയും. ഇത് ധൈര്യമായിട്ടിരിക്കെ. ഇത് ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി രാജു. എന്താ രശ്മി, എല്ലാം തുറന്നു പറയേ. മാഡം, ആരൊക്കെ എന്തൊക്കെ വേല വെച്ചാലും എത്ര കാലം കഴിഞ്ഞാലും ഈ ബിസിനസ് സ്ഥാപനങ്ങളുടെ എല്ലാം ഏക അവകാശി മാഡം ആണ്. അതിവിടെ എല്ലാവർക്കും അറിയാം. എനിക്കങ്ങനെ സ്ഥാനമാനങ്ങളൊന്നും വേണ്ട രശ്മി. അതും അറിയാം മാഡം. പക്ഷേ മാഡത്തിനിട്ട് ചെയ്ത ഈ ചതിയുടെ കഥ മാഡം അറിയാതെ പോകരുത്. രശ്മി പറയേ. മാഡത്തെ ഇവിടുന്ന് പുറത്താക്കാൻ അന്നിവിടെ വലിയൊരു ഗൂഢാലോചന നടന്നു. ഗൂഢാലോചനയോ? അതെ, ദീപക് സാറും ആ സാന്ദ്രയും ചേർന്നാണ് മാഡത്തിനെതിരെ ഗൂഢാലോചന നടത്തിയത്. സാന്ദ്രയും ദീപക്കും തമ്മില് വഴിവിട്ട ബന്ധമായിരുന്നു. അല്ല, അവളിപ്പോ എവിടെയാ ആ സാന്ദ്ര? അവള് ജയിലിലായി. ജയിലിലോ? അതെ. ഇങ്ങനെയൊക്കെ നടന്നല്ലേ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. അവൾക്ക് ഇതൊക്കെ കിട്ടണം. അത്തരം ഒരു ചതിയാ അവള് മാഡത്തോട് ചെയ്തത്. അല്ല, എന്ത് ചതിയ ചെയ്തെന്ന് വ്യക്തമാക്ക് രശ്മി. മാഡം, അന്നുണ്ടായ ആ 20 കോടിയുടെ നഷ്ടമെന്ന് പറയുന്നത് സാന്ദ്രയും ആ ദീപക്കും കൂടി ഉണ്ടാക്കിയതാ. അവര് ചെയ്ത തിരിമറികളുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ചോദിച്ചു കേട്ടില്ലേ ഇതൊക്കെ എന്താണെന്ന്? പറടാ. ഇതൊക്കെ ഫേക്കാ. എനിക്കൊന്നും അറിയില്ല. നിനക്ക് ഒന്നും അറിയില്ല അല്ലേ? നിന്നെ കൊണ്ട് ഞാൻ സത്യം അറിയിപ്പിക്കാം. എന്റെ മുമ്പിൽ നിന്ന് വേഷം കെട്ടാതെ കാര്യം തുറന്നു പറടാ. ഇവൻ അങ്ങനെയൊന്നും സത്യം പറയില്ലേട്ടാ. ഇവൻ പക്ക ക്രിമിനലാ. ശേഖര, എന്താണ് ദീപക് ഇവര് ചോദിക്കുന്നേ? ഇതൊക്കെ ഇവള് ഋതിക കാണിച്ച ക്രമക്കേടുകളാ. അതൊക്കെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക.
ഋതിക കാണിച്ച ക്രമക്കേടുകളോ? മര്യാദയോട് പറയുന്നടാ. എന്റെ ഓഫീസിൽ കയറി എന്തും ചെയ്യാമെന്ന് നീ അങ്ങ് വിചാരിച്ചോ? അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങളാ. അതിനകത്ത് കയറി ഏത് റാസ്കലിന് എന്തും ചെയ്യാമെന്ന് വിചാരിച്ചോ? ഇവന് അസൂയം പ്രതികാരമാ. ഋതികയോടുള്ള പ്രതികാരം. ഋതുമോളുടെ ഇവൻ പ്രതികാരം തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല, അത് പണ്ട് മുതലേ ഉള്ളതാ. ഋതികയെ ഓഫീസിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി ഇവനന്ന് രഹസ്യമായിട്ട് ഓഫീസിൽ കയറി. എന്നിട്ട് ഇവന്റെ മറ്റൊരു രഹസ്യക്കാരി സാന്ദ്രയുമായി ചേർന്ന് നടത്തിയ തരികിടകളാ ഇതൊക്കെ. $20 കോടി കമ്പനിക്ക് നഷ്ടം വരുത്തി എന്നെ പുറത്താക്കാൻ ഇവനും അവളും കൂടി ഇതെന്റെ തലയിൽ കെട്ടിവെച്ചു. എന്റെ ദൈവമേ, ഇവനെയൊക്കെ കൊല്ലുക വേണ്ടേ?